ഈ പെൺകുട്ടിയുടെ പിതാവ് മുനവ്വർ അലി തങ്ങൾ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി ഈ സംഗതി തിരുത്തുകയും ചെയ്തു. എന്താ മുനവ്വർ അലി തങ്ങൾ പറഞ്ഞത്? എൻ്റെ മകള് പറഞ്ഞത് തെറ്റാണ്. കേരളത്തിലെ അവഗാഹമായ ഇസ്ലാമിക വിഷയങ്ങളിലൊക്കെ അറിവുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഫത്വ കൊടുത്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോക്ക് ഹറാമ് തന്നെയാണ് എന്ന നിലക്കാണ് അദ്ദേഹം തിരുത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഈ ഒരു സത്യം വിളിച്ചു പറയാൻ അവഗാഹമായ ഇൽമിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. ലോകത്ത് മക്കയും മദീനയും അടങ്ങുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ, ആ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഒന്ന് നോക്കിയാൽ പോരെ. ഇസ്ലാമികമായിരിക്കുന്ന ഒരു വിധി അത് കണ്ടെത്താൻ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ എവിടേക്കാണ് സലഫി നോക്കേണ്ടത്? മക്കയിലേക്കും മദീനയിലേക്കും നോക്കാനാണോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്? അമേരിക്കയിലേക്കും ഫ്രാൻസിലേക്കും നോക്കാനാണോ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്? അവഗാഹമുള്ള പണ്ഡിതന്മാരെയല്ലേ നമ്മൾ വീക്ഷിക്കേണ്ടത്? അല്ലേ? അങ്ങനെയല്ലേ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്? ഇതിനൊക്കെ വലിയ അവഗാഹം വേണോ? മക്ക മദീന പോലുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക് നോക്കിയാൽ പോരെ. എന്ത് വിഡ്ഢിത്തമാണ് സലഫി വിളമ്പുന്നത്? ഇത്രയും ബോധം നിങ്ങൾക്കില്ലേ? നിങ്ങൾക്കറിയില്ലെങ്കിൽ ഫസ്അലു അഹ്ല ദിക്രി, നിങ്ങൾ അറിയുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കുക എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിനൊക്കെ അവഗാഹം വേണോ എന്ന്? മുനവ്വർ അലി തങ്ങൾക്കുള്ള ആ വിവരം പോലും നിങ്ങൾക്കില്ല എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? ഇനി അയാൾ ബാക്കി പറയട്ടെ. എന്നാൽ കേരളത്തിലുള്ള ചില മുസ്ലിയാക്കന്മാർ ഇപ്പോഴും പൊട്ടം കളിച്ചുകൊണ്ട് ഹറാം ഫത്വയുമായി ഇങ്ങനെ സമുദായത്തെ പിറകോട്ട് തന്നെ കൊണ്ടുപോകുകയല്ലേ ചെയ്യുന്നത്? ആരാണ് സമുദായത്തെ പിറകോട്ട് കൊണ്ടുപോകുന്നത്? സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നത് ഹറാമാണ്, കറാഹത്താണ് എന്നൊക്കെ പറയുന്നത് സ്ത്രീകളെ പിറകോട്ട് കൊണ്ടുപോകലാണോ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പിറകോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളാണ്. പള്ളിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പറ്റിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. കല്യാണത്തിന് വിളിച്ചിട്ട് ചോറില്ല എന്ന് പറയുന്നത് പോലെയുള്ള പരിപാടികളാണ് മുജാഹിദ് ചെയ്യുന്നത്. കാരണം പള്ളിയിലേക്ക് അവരെ മുൻസഫിൽ നിൽക്കാനോ മിഹ്റാബിൽ കയറി നിൽക്കാനോ മിമ്പറിൽ കയറാനോ മുജാഹിദുകൾ അനുമതി നൽകുന്നില്ല. നിങ്ങൾ യുക്തിവാദികൾ പറയുന്നതിനനുസരിച്ച് മുമ്പോട്ടും പിമ്പോട്ടും വലിക്കുകയാണെങ്കിൽ യുക്തിവാദികളുടെ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളുടെ ആ പുരോഗമനത്തിലേക്ക് എത്താൻ നിങ്ങൾ ഒരുപാട് ഇനിയും മാറ്റത്തിരുത്തലുകൾ വരുത്തേണ്ടി വരും. കാരണം നിങ്ങൾ മിഹ്റാബിലേക്ക് പെണ്ണിനെ കൊണ്ടുവരേണ്ടി വരും. അപ്പോഴാണ് അവൾ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും മുന്നിലെത്തുന്നത്. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും മുന്നിലെത്താൻ അല്ലെങ്കിൽ ഏറ്റവും ഉയരത്തിലെത്താൻ അവൾക്ക് നിങ്ങൾ മിഹ്റാബ് കൊടുക്കേണ്ടി വരും, മിമ്പർ കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? കാരണം മുജാഹിദ് പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രത്യേക റൂമാണ്. പുരുഷന്മാരുടെ കൂടെ വരെ അവരെ നിർത്തുന്നില്ല. മുന്നത്തെ സഫിൽ അവരെ നിർത്തുന്നില്ല, പിന്നത്തെ സഫിൽ പോലും നിർത്തുന്നില്ല. ഇത് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിലേക്ക് പോയി എന്ന് വാദിക്കുന്ന മുജാഹിദുകൾ തന്നെ അവരുടെ പള്ളിക്കുള്ളിൽ കാട്ടുന്ന വിവേചനം എന്താണ്? അപ്പോൾ നിങ്ങളുടെ ഭാഷയിലും യുക്തിവാദികളുടെ ഭാഷയിലും പറഞ്ഞാൽ നിങ്ങളാണ് സ്ത്രീകളെ പള്ളിയിലേക്ക് വിളിച്ച് പറ്റിക്കുന്നത്, അവരെ പിന്നോട്ടടിപ്പിക്കുന്നതും മറ്റൊരു റൂമിലേക്ക് മാറ്റുന്നതും നിങ്ങളാണ്. ഇവിടെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ പറയുന്നത് എന്താണ്? സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് വീട്ടിൽ നിസ്കരിച്ചാൽ തന്നെ പള്ളിയിൽ നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം കിട്ടുന്നു. പള്ളിയിലേക്ക് പോകേണ്ടതില്ല. അപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് വലിയ സ്ഥാനമാണ് ഇസ്ലാം നൽകിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് വലിയ മഹത്വമാണ് നൽകിയിരിക്കുന്നത്. കാരണം അവർക്ക് പള്ളി പോകാതെ തന്നെ ആ പള്ളി പോയതിൻ്റെ, ആണുങ്ങൾ പള്ളിയിൽ പോയതിൻ്റെ പ്രതിഫലം കിട്ടുന്നു. ആണുങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പള്ളിയിൽ പോകണം എന്നാണ്. പള്ളിയിൽ പോയി നിസ്കരിക്കാനാണ് ആണുങ്ങളോട് കൽപ്പിച്ചത്. പക്ഷേ സ്ത്രീകളോട് വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ പ്രതിഫലം കിട്ടും. ഇപ്പോൾ സ്ത്രീകളാണോ പുരുഷന്മാരാണോ മുന്നിൽ? ആർക്കാണ് ഇസ്ലാം ഇളവ് നൽകിയിട്ടുള്ളത്? ആർക്കാണ് ഇസ്ലാം ഇവിടെ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത്? പറയൂ നിങ്ങൾ, ആർക്കാണ് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നത്? നിങ്ങൾ യുക്തിവാദികളുടെ അതേ റൂട്ടിലേക്കാണ് മുസ്ലിം ഉമ്മത്തിനെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത്. സ്ത്രീകളെ മുന്നിലെത്താൻ പള്ളിയുടെ മുന്നിലെ സൊഫിലെത്തിക്കണം എന്നുള്ള യുക്തിവാദികളുടെ അതേ വാദത്തിലേക്കല്ലേ നിങ്ങൾ കൊണ്ടുപോകുന്നത്. ഇതുകൊണ്ടാണ് മുജാഹിദുകളിൽ നിന്ന് അധിക വിഭാഗവും യുക്തിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇനി ബാക്കി പറയും. ഞാൻ ചോദിക്കുകയാണ്, ഖുർആനിൽ എവിടെയെങ്കിലും സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹദീത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇജ്മായിലുണ്ടോ?
ഏതെങ്കിലും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലുണ്ടോ? എന്തിനേറെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മുസ്ലിയാക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന കിതാബുകളെങ്കിലും ആ കിതാബുകളിലെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ത് സ്ത്രീകൾക്ക് പള്ളിക്ക് പോക്ക് ഹറാമാണ് എന്ന്? ഖുർആനിലുണ്ടോ എന്നാണ് ഇദ്ദേഹം ചോദിച്ചത്. ആദ്യം ഖുർആൻ എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ ആ ഖുർആനിനെ വ്യാഖ്യാനിച്ച വിശദീകരിച്ച മുഫസ്സിറുകളുടെ അഭിപ്രായം തേടലാണല്ലോ മുസ്ലിം ലോകത്തിൻ്റെ പതിവ്, അല്ലേ? ഫി ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ എന്ന് തുടങ്ങുന്ന സൂറത്തു നൂറിലെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, വൽ ജവാബു ഉത്തരം ലി അന്ന നിസാഅ ലസ്ന മിൻ അഹ്ലി തിജാറാത്തി വൽ ജമാഅത്തി. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടിയാണ്, സ്ത്രീകൾ അവർ ജമാഅത്തിൻ്റെയോ കച്ചവടത്തിൻ്റെയോ അഹ്ലുകാരിൽ പെട്ടവരല്ല. അപ്പം ജമാഅത്തിന് എന്തുകൊണ്ട് അവിടെ പുരുഷന്മാരെ മാത്രം പറഞ്ഞു എന്നതാണ് ചോദ്യം. റിജാലുൻ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ വ ഇഖാമിസ് സ്വലാത്തി എന്ന് പറഞ്ഞോടുത്ത് റിജാൽ എന്ന പ്രയോഗം എന്തുകൊണ്ട് ഖുർആൻ നടത്തി എന്ന ചോദ്യത്തിനാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത്, അവർ ജമാഅത്തിൻ്റെ പള്ളിയിൽ ജമാഅത്തുകൾക്ക് വരുന്ന ആളുകൾ പെട്ട ആളുകളല്ല, അവർ അതിൻ്റെ അഹ്ലുകാരല്ല. സൂറത്തുൽ ജുമുഅ, ആ ജുമുഅയിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാ വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറയുന്നത് നോക്കൂ. فأما النساء فصلاتهن في بيوتهن أفضل لهن. സ്ത്രീകൾക്ക് അവരുടെ നിസ്കാരം അവരുടെ വീടുകളിലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ലിമാ റവാഹു അബൂ ദാവൂദ് അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ സ്വലാത്തുൽ മർഅതി ഫീ ബൈതിഹാ അഫ്ളലു മിൻ സ്വലാത്തിഹാ ഫീ ഹുജ്റതിഹാ വസ്വലാത്തുഹാ ഫീ മഖ്ദഇഹാ അഫ്ളലു മിൻ സ്വലാത്തിഹാ ഫീ ബൈതിഹാ. ഒരു പെണ്ണിന് അവളുടെ വീടിൻ്റെ ഉള്ളിൽ നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ഇബ്നു കസീർ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ഇനി നോക്കൂ, മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അൽ ഫതാവൽ കുബറ എന്ന് പറയുന്ന വിശ്രുതമായ ഗ്രന്ഥത്തിൽ പറയുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? മാ ഇദാലം യതറത്തബ് അലാ ഖുറൂജിന്ന ഖശിയതു ഫിത്നത്തിൻ. കറാഹത്താണ് എന്ന് പറഞ്ഞത് അവൾ പുറപ്പെടുന്നതിനെ തുടർന്ന് ഫിത്തിന ഭയപ്പെടാതിരിക്കുമ്പോഴാണ്. അമ്മാ ഇദാ തറത്തബത്ത് ദാലിക ഫഹുവ ഹറാമുൻ ബിലാ ശക്ക്. അവൾ പുറപ്പെടുന്നതിനെ പിന്തുടർന്ന് ഫിത്തിന ഭയപ്പെടുകയാണെങ്കിൽ ഹറാമ് തന്നെ, അതിൽ സംശയം ഇല്ല. കമാ മറ നഖലുഹു അമ്മൻ ദുക്കിറ വൽ മുറാദു ബിൽ ഫിത്തിന. എന്താണ് ഫിത്തിന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അസ്സിന, ഒന്ന് വ്യഭിചാരം ഭയപ്പെടുക. വ മുഖദ്ദിമാത്തുഹു, വ്യഭിചാരത്തിൻ്റെ മുഖദ്ദിമകൾ, അതിൻ്റെ മുഖവുരകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. ആ മുഖവുരയെ വിശദീകരിക്കുന്നുണ്ട്. മിനൻ നളരി, അവളെ മറ്റുള്ളവർ നോക്കുക. ഇതൊക്കെ വ്യഭിചാരത്തിൻ്റെ മുഖവുരകളാണ്. വൽ ഖൽവത്തി, അന്യപുരുഷന്മാരുമായി ഒറ്റക്കാവാനുള്ള സാഹചര്യം ഉണ്ടാവുക. വല്ലംസി, അതുപോലെ തൊടുക. വഗൈരി ദാലിക, ഇതല്ലാത്ത വ്യഭിചാരത്തിൻ്റെ മുഖദ്ദിമാത്തുകളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം അവിടെ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ അവിടെ ഹറാമ് തന്നെ എന്ന് അൽ ഫതാവൽ കുബറയിൽ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാനുള്ള സർവ്വവിധ സ്വാതന്ത്ര്യവും അവർക്ക് നൽകി കഴിഞ്ഞാൽ ഇത്തരം ഫിത്നകൾ ധാരാളം ഭയപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അത് ഹറാമാണ് എന്ന് പറഞ്ഞത്. ഇത് കിതാബ് ഓതി പഠിച്ചാലേ റഫീഖ് സലഫിയെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അല്ലാതെ നേരിട്ട് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഹുക്കുമുകൾ നിർദ്ധാരണം ചെയ്യുന്ന മുജ്തഹിദുകളാണ് ഞങ്ങളെന്ന് ആഖ്യാനിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ നടന്നാൽ ഇതൊന്നും മനസ്സിലാവുകയില്ല. ഇനി അദ്ദേഹം ശറഉൽ മുഅദ്ദബിലെ ഒരു ഇബാറത്ത് വായിച്ച് ജനങ്ങളെ പറ്റിക്കുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് പിടികൂടാം.
ഇപ്പൊ ഷറഹുൽ മുഹദ്ദബ് പ്രസിദ്ധമായ ഗ്രന്ഥമല്ലേ, ഷാഫി മദ്ഹബിൽ ഇമാം നവവിയുടെ ഗ്രന്ഥമല്ലേ, അതിൽ ഇമാം നവവി എന്താ പറഞ്ഞത്? വഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹു അൽ ഇജ്മാ എന്നാ പറഞ്ഞത്. സ്ത്രീ ജുമാക്ക് പോയി അവിടെ നിസ്കരിക്കൽ അത് അനുവദനീയമാണ് എന്ന കാര്യത്തിൽ ഇബ്നുൽ മുൻദിറും അതേപോലെയുള്ള മറ്റുള്ള പണ്ഡിതന്മാരും ഇജ്മാ ഉദ്ധരിച്ചിരിക്കുന്നു എന്ന് ഷറഹുൽ മുഹദ്ദിബിലില്ലേ? ഷറഹുൽ മുഹദ്ദിബിൽ എന്താണുള്ളത് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അതിൻ്റെ തൊട്ടുമേലെ ഇയാൾ കട്ട് വായിച്ചത് നോക്കൂ നിങ്ങൾ. എന്താണ് ഇജ്മാ എന്ന് ഇയാൾ വായിച്ചിട്ടില്ല കേട്ടോ. എന്താണ് ഇജ്മാ ആക്കിയത് എന്ന് വായിച്ചിട്ടില്ല. എന്നാൽ അതേ ഇബ്നു മുൻദിർ തന്നെ ഇയാൾ വായിച്ചതിൻ്റെ തൊട്ടുമുകളിൽ ഫഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹു അൽ ഇജ്മാ അന്നൽ മർഅത ലാ ജുമുഅത അലൈഹാ, ഒരു പെണ്ണിന് ജുമുഅ ഇല്ല, ജുമുഅ നിർബന്ധമില്ല എന്ന് ഇബ്നുൽ മുൻദിർ ഇജ്മാഇനെ ഉദ്ധരിച്ചിട്ടുണ്ട്, നക്കൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ ഭാഗം വായിച്ചിട്ടില്ല. ഈ ഇബ്നു മുൻദിർ തന്നെയല്ലേ താഴെ പറഞ്ഞ ഇബ്നു മുൻദിർ? ആദ്യം മേലെ പറഞ്ഞത് അംഗീകരിക്ക്, എന്നിട്ട് അടി പറഞ്ഞത് എന്താണെന്ന് ബാക്കിയുള്ളത് വായിക്ക്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞുതരാം എന്താണ് അവിടെ പറഞ്ഞത്. ഇത് ഇനി ഷറഹുൽ മുഹദ്ദിബിൽ ഇമാം നഹവി റളിയല്ലാഹു അൻഹു അതിനൊക്കെ മേലെ ഇതിൻ്റെ ഹുക്ം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വലാ തജിബുൽ ജുമുഅത്തു അലാ സബിയ്യിൻ വലാ മജ്നൂനിൻ, ജുമുഅ നിർബന്ധമില്ല. ആർക്ക് നിർബന്ധമില്ല? കുട്ടിക്ക് നിർബന്ധമില്ല, ഭ്രാന്തനുക്ക് നിർബന്ധമില്ല. ലിഅന്നഹു ലാ തജിബു അലൈഹിമാ സായിറു സ്വലവാത്തി ഫൽ ജുമുഅത്തു ഔലാ, മറ്റുള്ള നിസ്കാരങ്ങൾ അവർക്ക് നിർബന്ധമില്ല എന്നതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ജുമുഅ തീരെ നിർബന്ധമില്ല എന്ന് വരും, ഔലവിയത്ത് കൊണ്ടുവരും. എന്തായാലും നിർബന്ധമില്ല. വലാ തജിബു അലൽ മർഅത്തി, പെണ്ണിൻ്റെ മേലും ജുമുഅ നിർബന്ധമില്ല. എന്താണ് അതിന് തെളിവ്? ലിമാ റവാ ജാബിറുൻ ഖാല, ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ടായതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫഅലൈഹിൽ ജുമുഅ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മേൽ ജുമുഅ നിർബന്ധമാണ്. ഇല്ലാ അലംറഅത്തിൻ, പെണ്ണിൻ്റെ മേലൊഴികെ, ഔ മുസാഫിരിൻ, യാത്രക്കാരുടെ മേലൊഴികെ, ഔ അബ്ദിൻ, അടിമയുടെ മേലൊഴികെ, ഔ മരീദിൻ, രോഗിയുടെ മേലൊഴികെ. ഇത്രയും ആളുകൾക്ക് ജുമുഅ നിർബന്ധമില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഹദീസിലുണ്ട്. ആ ഹദീസിനെ തെളിവാക്കിക്കൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് മൂടി വെച്ചുകൊണ്ട് അതിലൊരു ചെറിയ പൊട്ടെടുത്തിട്ട് ഒരു നക്കൽ ചെയ്ത ഭാഗം ഇബ്നു മുൻദിർ, ആ ഇബ്നു മുൻദിർ മേലെ പറഞ്ഞതിനെ തന്നെ മൂടി വെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ റഫീഖ് സലഫി ഞങ്ങൾ ചെയ്ത്? എത്രമാത്രം അപരാധമാണ്, തട്ടിപ്പാണ് നിങ്ങൾ നടത്തുന്ന നോക്ക്. ഇനി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഷാഫി മദ്ഹബിലെ ആധികാരിക പണ്ഡിതനല്ലേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു? ഷാഫി മദ്ഹബ് ഉണ്ടായത് തന്നെ അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ നിർദ്ധാരണങ്ങളിൽ നിന്നുമല്ലേ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. എന്തറിഞ്ഞിട്ടില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോ അവിടുത്തെ പെൺമക്കളോ ജുമുഅ ജമാഅത്തുകൾക്ക് പള്ളിയിലേക്ക് പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അതിന് വല്ല പ്രതിഫലം ഉണ്ടായിരുന്നെങ്കിൽ, സ്ത്രീകൾ അങ്ങനെ പുറപ്പെടുന്നതിന് വല്ല പ്രതിഫലം ഉണ്ടായിരുന്നെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ അവരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും അത് നേടിക്കൊടുക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് അത് വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കലാണ് അവർക്ക് ഉത്തമം, പള്ളിയിലേക്ക് പുറപ്പെടലല്ല എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പറഞ്ഞതല്ലേ അല്ലേ? ഇത്രയും പണ്ഡിതന്മാർ ഇനി നമുക്ക് ഹംബലി മദ്ഹബിലേക്ക് അടക്കാം, ഹനഫി മദ്ഹബിലേക്ക് അടക്കാം, മാലിക്കി മദ്ഹബിലേക്ക് അടക്കാം. ഇതിലെ പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് പരിശോധിക്കാം. ധാരാളം മുഫസ്സിറുകൾ അവർ പറഞ്ഞത് എന്താണ് നമ്മൾ വിശദീകരിക്കാം. ആത്തിക ബീവിയുടെ സംഭവത്തിൽ മുജാഹിദുകൾ നടത്തുന്ന തട്ടിപ്പ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇങ്ങനെ ധാരാളം കാര്യങ്ങളിൽ ഇനി മുജാഹിദുകൾ തന്നെ പൂർവ്വകാല മുജാഹിദുകൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങളിൽ എന്താണ് ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. അവരുടെ ആനുകാലികങ്ങൾ എന്താണുള്ളത് എന്ന് പരിശോധിക്കാം. ഇത് കേൾക്കുന്ന ഏതെങ്കിലും മൗദൂദികളുണ്ടെങ്കിൽ ആദ്യം അവരുടെ പ്രബോധനങ്ങളിൽ സ്ത്രീ ജുമുഅ ജമാഅത്തുകളെക്കുറിച്ച് വന്നത് എന്താണെന്ന് പരിശോധിക്കാം. മൗദൂദിയുടെ പുസ്തകത്തിൽ ഉള്ളത് എന്താണെന്ന് പരിശോധിക്കാം. ഇതിനൊക്കെ ഞങ്ങൾ തയ്യാറാണ്.
ഇതിനൊക്കെ ഞങ്ങൾ തയ്യാറാണ്. ധൈര്യമുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ ഞങ്ങളോട് മുട്ടാൻ വന്നോളൂ. ഇസ്തിഖാമക്ക് ഈ വിഷയത്തിൽ വേണമെങ്കിൽ നിങ്ങൾ ഔദ്യോഗികമായി ലെറ്റർ കൊടുത്താൽ ആ വിഷയത്തിൽ ഇസ്തിഖാമ ഞങ്ങൾക്കൊരു വിങ് തന്നെ ഉണ്ട്, സംവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് ഈ ജാതി തട്ടിപ്പൊന്നും നടത്തിയിട്ട് ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട ജനങ്ങൾ ഉത്ബുദ്ധരാണ്. അവരിപ്പോൾ പഠിച്ച് ഏകദേശം എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു രൂപത്തിലേക്ക് സാധാരണക്കാർ വരെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പഴയ കാലത്തെ പോലെ മുജാഹിദുകൾക്ക് തട്ടിപ്പ് നടത്താനൊന്നും ഇപ്പോൾ സാധിക്കില്ല. അതുകൊണ്ടാണല്ലോ ഒട്ടും പത്തൊക്കെ പിളർന്നുകൊണ്ട് മുജാഹിദ് ദയനീയമായ അവസ്ഥയിൽ എത്തിയത്. അതുകൊണ്ട് സത്യം മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.